അപ്പോൾ ഗൈസ് നമ്മളിതാ മോർണിംഗ് ഉത്രാടത്തിന് അന്ന് മോർണിംഗ് 7:45 എണീറ്റിട്ടുണ്ട്. അതിൽ നേരത്തെ എണീക്കാൻ നമുക്ക് പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഇതാ വീട്ടിൽ വേറെ ആരുമില്ല, നമുക്ക് നല്ലോണം ഉണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓണത്തിൻ്റെ ഉത്രാട വിശേഷങ്ങളാണ്. ഉത്രാട പാച്ചിലൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഒരു പരിധി വരെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇന്നത്തേക്കും കൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പഴമൊഴി നമ്മൾ നിലനിർത്തണമല്ലോ. അപ്പോൾ ഉത്രാട പാച്ചിലും കൂടി ഉണ്ട്. അപ്പോൾ ഉറക്കത്തായതുകൊണ്ട് അതിൻ്റേതായ ഒരു ലക്കിലിടാകൊണ്ട് അപ്പോൾ നമ്മൾ അത്തൊന്നും ഇട്ടിട്ടുണ്ടായില്ല. 3 ദിവസം ലാസ്റ്റ് 3 ദിവസം ഇടണ്ടേ. ഇപ്പം എല്ലാവരും വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നും നാളെയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് പൂവൊക്കെ ഇടണം, ഉത്രാടത്തിൻ്റെ പൂവൊക്കെ ഇടണം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എഴുന്നേറ്റ് വന്നപാട് ഒന്ന് അടിച്ച് വാരാണ് കേട്ടോ. വീടും ഇതൊക്കെ മൊത്തം അടിച്ച് വാരി തുടക്കുകയാണ് കേട്ടോ. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ മോപ്പുമായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും അടിച്ച് വാരി തുടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റവും കൂടി ഒന്ന് അടിച്ച് വാരം കേട്ടോ. ഓണല്ലേ, മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് വേണ്ടി പൂവിടാന്ന് വെച്ചിട്ട് മുറ്റവും കൂടി ഒന്ന് അടിച്ച് വാരുകയാണ് കേട്ടോ. മുറ്റം അടിച്ച് വാരിയിട്ട് നേരെ പോകുന്നത് പിന്നെ ഇല പറിക്കാനാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഈ വട്ടച്ചപ്പിന്, അത് നമ്മളിതിന് വട്ടച്ചപ്പ് എന്ന് പറയും, ഉപ്പിലച്ചപ്പ് എന്നൊക്കെ പറയും കേട്ടോ. വട്ടത്തിലുള്ളതുകൊണ്ട് വട്ടച്ചപ്പ് അല്ലെ ഉപ്പിലച്ചപ്പ്. അതിലാണ് ഇന്ന് പൂവ് പറിക്കാൻ പോകുന്നത്. നമ്മൾ പണ്ട് കണ്ടത്തിലൊക്കെ പോയിട്ട് തുമ്പപ്പൂവും കാക്കപ്പൂവും ഒക്കെ പറിക്കുന്ന ആ ഒരു ഓർമ്മ എല്ലാം വന്നേട്ടാ. അങ്ങനെ വീട്ടിൽ തന്നെയുള്ള ഒരു 3-4 പൂവ് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് പറിച്ചെടുക്കുകയാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല, നല്ല മഞ്ഞ കളറുള്ള പൂ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമൻ്റ് ഇടട്ടോ. ഇത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെ അത് പറിച്ചിട്ടുണ്ടായിനി. പക്ഷേ ഇത് എന്താ പറയുക, കുറച്ച് നമ്മൾ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം നശിച്ച് പോയി, ഒന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഈ പൂവ് മാക്സിമം അതിൻ്റെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പൂവാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ഇന്നും എനിക്കറിയില്ല. പക്ഷെ ഒത്തിരി ഉണ്ടാവും കേട്ടോ ഈ ഒരു പൂവ് എന്ന് പറയുന്നത്. അതായത് പടർന്ന് പന്തലിച്ച് നമ്മളൊക്കെ വേണ്ടാണ്ട് പൊരിച്ച് കളയും കേട്ടോ. ഈ ചെടി അത്രയും ഉണ്ടാവും, കുറേ ഓവറായിട്ട് പ്രാന്ത് പിടിച്ച പോലെ വളരുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഈ ഒരു പൂവിൻ്റെ അവസ്ഥ. അങ്ങനെ ഇതിൻ്റെ മഞ്ഞപ്പൂവും ആ ഓറഞ്ചും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റിക്ക് ഈ ഇല പറിക്കാനാണ്. ഇതിൻ്റെ പുറം ഭാഗത്ത് നല്ല കളറാണ് കേട്ടോ. ഇതെന്ത് ഇലയാണെന്നറിയോ, നമ്മൾ പിന്നെ മുറികൂടി എന്നൊക്കെ പറയുന്ന ഒരു സൈസ് മരുന്നാണ്. പെട്ടെന്ന് മുറിയൊക്കെ ചെയ്താൽ ഇതിൻ്റെ ആ നീരിങ്ങനെ ഇതാക്കിയിട്ട് ഒഴിക്കും. അങ്ങനെയാണ് മരുന്നൊക്കെ പറിച്ചിട്ടാണ് കഴിച്ച് ഞാൻ ഇന്ന് പൂവിടാൻ പോകുന്നത്. പിന്നെ ഇത് ഒരു പ്ലാന്റാണ് കേട്ടോ, ഒരു പുല്ല്, നല്ല അടിപൊളി പുല്ലാണ്, കാണാൻ നല്ല രസമാണ്. ഇത് നമ്മളുടെ അടുത്ത് കുറച്ചുണ്ട്. നമ്മളൊരു ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി അങ്ങനെ ഇത്രയും പൂവ് നമ്മളുണ്ട്. പിന്നെ ഇത് ഒരു മല്ലിപ്പൂ, ജമന്തി പൂ അല്ലേ ഇത്, അതേന്ന് തോന്നുന്നു, മല്ലികപ്പൂ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉണ്ട്. ഇത്രയാണ് നമ്മൾ രാവിലത്തെ എല്ലാ പണിയും ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ചിട്ട് വേണം പൂവിടാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേഗം അടിച്ച് വരെ തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പൂവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പൂവിട്ടാലോ. ഇപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ടുണ്ട്. ഇനി ഇത് കൊണ്ട് എന്ത് പൂവിടുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ആദ്യം ആ പച്ച പുല്ലിൻ്റെത് ചുറ്റും വെച്ചിട്ട് മല്ലിക വെച്ചിട്ടൊന്ന് അതിനെ നിർത്താന്ന്, അതുകൊണ്ടാണ് മല്ലിക ഇങ്ങനെ മൊത്തത്തിലായിട്ട് വെച്ചത്. അപ്പോൾ ആ ഒരു ഈല് അങ്ങനെ നിന്നോളുമല്ലോ. പിന്നെ എല്ലാം യാദൃശ്ചികം മാത്രമാണ് ഗൈസ്, തോന്നുന്ന പോലെ ഇട്ടിട്ട് അങ്ങനെ വലിയ പൂവാക്കി എടുത്തിട്ടുണ്ട് ഞാൻ.
അങ്ങനെ ഗൈസ് നമ്മൾ ഉത്രാട പൂവ് ഇതാണ് കേട്ടോ, സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും ഓംലേറ്റ് ആക്കിയിട്ട് അതിങ്ങനെ എന്തൊക്കെയോ ബ്രെഡിലാക്കിയിട്ട് എന്തൊക്കെയോ സാധനം ആക്കി വെച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. 3 ബ്രെഡും ചായയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഉത്രാടത്തിൻ്റെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.